ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊന്നുമല്ല. ഇതുപോലെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ വരുന്ന ചുരിദാറിൻ്റെ മെറ്റീരിയൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ ഇതുപോലെ ഡബിളിൽ ആ ഒരൊറ്റ പീസിൽ തന്നെ രണ്ട് ഡിസൈനിലായിട്ടാണ് വരുന്നത്. ഇത് പിന്നെ സ്പെഷ്യലായിട്ട് ഇതിന് ബോർഡർ കൂടി വരുന്നുണ്ട്. ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാവേ. ഇപ്പോൾ ഒരു മാങ്ങാപ്പിഞ്ചിൻ്റെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ ആദ്യം തന്നെ ഞാനിവിടെ ആ ഒരു ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ കൈയുടെ ഭാഗമാണ് ഈ സൈഡിലായിട്ട് ഇങ്ങനെ ആ ഒരു ഇലയുടെ ആ ഒരു ഡിസൈനിൽ പോയിരിക്കുന്നത്. അപ്പം ഇതൊരു ഹാഫ് സ്ലീവാണ്. ഇവർ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫുൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഈ കസ്റ്റമറിന് വേണ്ടത് ഒരു ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് ഏപ്പുകളൊക്കെ പിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹാഫ് സ്ലീവ് തന്നെ കിട്ടത്തുള്ളൂ. ഇതിന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ആ ഡിസൈൻ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതൊരു ഒഴുകി പോകുന്ന ടൈപ്പ് ഒരു തുണിയാണ്, അധികം ഇങ്ങനെ ലെവലിൽ നിൽക്കുന്നതല്ല. അപ്പോൾ ഒരു സൈഡ് നമ്മൾ രണ്ട് സൈഡും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ മെഷർമെൻറ്റുകളൊക്കെ ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ട് വേണം രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ രണ്ട് സൈഡും ഒരേപോലെ വരത്തക്ക രീതിയിൽ തന്നെ ആ ഡിസൈൻ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഈ മെറ്റീരിയൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഒക്കെ പിടിച്ചിട്ട് അതുപോലെ അടിയിൽ വല്ല പീസുകൾ വല്ലതും കയറിയിരിപ്പുണ്ടെന്നാണ് ഞാനീ നോക്കുന്നത്. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പം ചിലപ്പം എന്തെങ്കിലുമൊക്കെ കൂടി കട്ട് ചെയ്ത് പോവും ആ പീസിൻ്റെ ബാലൻസ് കൂടി. അപ്പം ഇതിലൊട്ടും പാഴാക്കാൻ നമുക്ക് മെറ്റീരിയൽ വരുന്നില്ല. ഇങ്ങനത്തെ പീസ് വരുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വലിയ സൈസുള്ള ആളുകൾക്കൊന്നും ഇത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്ട്രാ ലാർജൊക്കെ വരുന്ന അവർക്കൊന്നും നമുക്കിത് വെച്ച് അങ്ങനെ തികയത്തില്ല. ഈ സ്ലീവിന് ഡിസൈൻ പ്രത്യേകം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി പാടായിരിക്കും അങ്ങനെ തികയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതുപോലെ ആദ്യം നമ്മുടെ ലെങ്താണ് മെഷർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കും, എന്നിട്ടാണ് ബാക്കിലത്തെ പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ രണ്ട് സൈഡ് ഒരേപോലെ വരുന്ന മെറ്റീരിയൽ വെട്ടുന്നതിനേക്കാട്ടിൽ കുറച്ച് പ്രയാസമാണ് നമുക്ക് ഇതുപോലെ ഡബിൾ ഡിസൈനിൽ ഡബിളായിട്ട് രീതിയിൽ വരുന്ന മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഒരേപോലെ വരുന്നതാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ടങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇത് ഡബിളായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസ് വേറെ ബാക്ക് പീസ് വേറെ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അങ്ങനെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സുകളും നമ്മൾ ഇതിനകത്ത് അടയാളപ്പെടുത്തി ഇത് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത പീസ് ഇതുപോലെ മടക്കി വയ്ക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്കിലത്തെ പോർഷൻ നമുക്ക് ഇതുപോലെ തന്നെ ആ ഡിസൈൻ സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ഇതങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ആ ഡിസൈനൊക്കെ ഒരേപോലെ വരത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ. അത്യാവശ്യം ലെങ്തിലാണ് ഈ ഒരു ചുരിദാർ കട്ട് ചെയ്തെടുക്കുന്നത്. 47 ഇഞ്ച് ഇറക്കമൊക്കെ ഇതിന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മടക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൈയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ കൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
കാരണം ഇത് ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഡിസൈൻ പാഴായി പോവാതെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫുൾ സ്ലീവിന് എടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതാ ഇത് ഫുൾ സ്ലീവിനാണെങ്കിലും നമ്മൾ സൈഡിൽ ഏപ്പ് പിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫുൾ സ്ലീവിന് തന്നെ ഇത് തികയത്തുള്ളൂ. അപ്പം ഇപ്പോൾ ഈ ഒരു കസ്റ്റമറിന് നമുക്ക് ഹാഫ് സ്ലീവാണ് വേണ്ടത്. അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഏപ്പുകളൊന്നും വരരുത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഇതുപോലെ മടക്കി ഇങ്ങനെ ആ ബോർഡറും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് തന്നെ മടക്കി ഇട്ടിട്ടുണ്ട്. രണ്ടായിട്ട് സ്ലീവ് ആയതുകൊണ്ട് രണ്ടായിട്ടാണ് മടക്കി ഇട്ടേക്കുന്നത്. ഇപ്പോൾ 2 പീസ് ഇതുപോലെ നമ്മൾ മടക്കി ഇടുന്നുണ്ട്. ബോർഡർ വരുന്ന 2 പീസ് നമ്മൾ ഇതുപോലെ തന്നെ മടക്കിയിട്ട് കൊടുക്കണം. നടുവിലൂടെ ഈ ഏപ്പ് വന്നാൽ ഒരു ഭംഗി കുറവായതുകൊണ്ട് തന്നെ ആ സെൻറ്റർ പോർഷനിൽ ഏപ്പ് വരാതെ ആ ഒരു നമ്മുടെ ആ കൈക്കുഴി ഭാഗത്തേക്ക് ഏപ്പ് വരത്തക്ക രീതിയിലാണ് ഞാനിവിടെ ഏപ്പ് പിടിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഒപ്പം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ്. ഇനി നമ്മൾ സാധാരണ നമ്മുടെ സ്ലീവിൻ്റെ അളവൊക്കെ എടുക്കുന്ന പോലെ തന്നെ അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം സ്ലീവിൻ്റെ രീതിയിൽ. അപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ ആ ഭാഗത്തേക്ക് തുണി ഉള്ളതുപോലെ ആ ഒരു അധികം എക്സ്ട്രാ തുണി ഉള്ളതുപോലെ തന്നെ നമ്മൾ സാധാ ഒരു സ്ലീവ് എങ്ങനെയാണ് വെട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ വേണം ഇതിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ ഏപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാ ഞാൻ മെഷർമെൻറ്റ്സുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് അധികം നമുക്ക് എക്സ്ട്രാ ഇതിൽ പോരാഴികയുള്ള പീസിന് വേണ്ടി നമ്മൾ അതുപോലെ തറയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ആ ഒരു ക്ലോത്ത് ഉള്ളതായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് അങ്ങനെ നമ്മൾ അടയാളം ചെയ്ത് കൊടുക്കുവാണ്. ആ ഒരു തറയിൽ തന്നെ അടയാളം ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്കാണ് നമ്മൾ ഈ ഒരു കൈക്കുഴിയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമുക്ക് ഏപ്പിടാനുള്ള ആ ഒരു പീസും ആ തുണിയിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടൊക്കെ നമ്മൾ ഏപ്പ് പിടിപ്പിക്കുമ്പോൾ അത്രയും പീസ് നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് കൈയുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. തുണി പാഴായി പോകാതിരിക്കാനാണേ. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളിനി ഇത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്ര പറയുന്നത്. ഇതുപോലെ കൈയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ആലോചിച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത കൈ നമ്മൾ ഇതുപോലെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് വരുന്ന പീസിൽ നിന്ന് ആ ബോർഡർ ആ സെയിം അളവിൽ തന്നെ നമ്മൾ ആ ഏപ്പിലും അതുപോലെ സെയിം അളവിൽ തന്നെ വരണം. അപ്പം നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ ഒപ്പം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ എക്സസ് വരുന്ന ആ പീസിലാണ് നമ്മൾ ഇനി ആ ഒരു ബോർഡർ ഉൾപ്പെടെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഇനി എക്സസ് വരുന്നതിൽ നമ്മൾ ആ ബോർഡർ കളയാതെ തന്നെ നമ്മൾ മുകളിലേക്കുള്ള വശം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലെ ഡിസൈനുകളും തല തിരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണേ. എല്ലാ ഡിസൈനും ഒരുപോലെ തന്നെ ആയിരിക്കണം വരേണ്ടത്. അതും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കൈയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഡിസൈൻ ഒന്ന് മുകളിലേക്കും താഴേക്കും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം ഓരോ പീസും നമ്മൾ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കൈക്ക് വേണ്ടി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏപ്പ് പീസ്. ഇനി അടുത്ത സ്ലീവിന് വേണ്ടി ഞാൻ ഇതുപോലെ തന്നെ ബോർഡർ വരുന്ന പീസ് മടക്കി ഇട്ടിട്ട് ഞാൻ അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് അടുത്ത കൈയിലേക്കും എടുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ, സ്ലീവിൻ്റെ പരിപാടി അതേ ഉള്ളൂ. ഇനി നമ്മൾ എല്ലാം ചേർത്തതിന് ശേഷം പിന്നെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കത്തത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ കട്ടിങ് ടോപ്പിൻ്റെത് കഴിഞ്ഞ് ഇനി ഒരു ചുരി ബോട്ടമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പം അതങ്ങനെ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കഴുത്തുകളൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ സ്ലീവ് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഡബിൾ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു പീസ് കറക്റ്റായിട്ട് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ആ ബോർഡർ ഒരുപോലെ വരത്തക്ക രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ഏപ്പ് വെച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സെൻറ്റർ പോർഷനിൽ നമുക്ക് ഏപ്പുകളൊന്നും തന്നെ വരത്തില്ല. അപ്പോൾ അത് നമ്മുടെ കൈക്കുഴി ഭാഗത്തേക്ക് ആകുമ്പോഴത്തേക്ക് അത് കാണത്തുമില്ല, പുറത്ത് ആ ഒരു ഏപ്പ് പിടിപ്പിച്ചതായിട്ട് അറിയത്തുമില്ല. ആ ഒരു രീതിയിലാണ് ഈ ഏപ്പ് ഞാനിവിടെ അറേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിനി കട്ട് ചെയ്തെടുക്കാം സ്ലീവ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ അവിടെ ഒരു ജോയിൻറ്റ് വന്നിട്ടുള്ളതായിട്ട് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്ലീവ് സെറ്റാക്കണം. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കൂടി ഞാൻ കാണിച്ചു തരാവേ. നല്ലൊരു മെറ്റീരിയലായിരുന്നു ഇത്. കാഴ്ചയ്ക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. നമ്മുടെ റെഡിമെയ്ഡ് പീസുകളൊക്കെ ചുരിദാറുകളൊക്കെ വരുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ഡിസൈനൊക്കെ കണ്ടാൽ. അതുപോലെ ഈ ഒരു തുണിയും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു നല്ല തുണിയായിരുന്നേ. അപ്പോൾ കൈയൊക്കെ കണ്ടാൽ നമ്മൾ ആ ഒരു ഏപ്പുകളൊന്നും ഒന്നും അറിയില്ല. അതുപോലെ ഫ്രണ്ടിൽ കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഈ ഡിസൈനിലുണ്ട്. കാഴ്ചയ്ക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. താങ്ക് യു.